നമസ്കാരം, വെൽക്കം ടു ദിവ്യാസ് ഡയറീസ്. ഇന്നത്തേത് വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ചക്ക കൊണ്ട് എങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് കാണിച്ചു തരാൻ പോകുന്നത്. സാധാരണ ഉണ്ടാക്കുന്ന ചപ്പാത്തിയെക്കാട്ടിലും വളരെ സോഫ്റ്റ് ആണ് ഇങ്ങനെ ചപ്പാത്തി ഉണ്ടാക്കുമ്പോൾ. പിന്നെ ചക്കയുടെ ഗുണങ്ങളൊന്നും പറഞ്ഞു തരേണ്ടതില്ലല്ലോ. വൈറ്റമിൻ എ, വൈറ്റമിൻ സി, ഫൈബർ ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ചക്കയിൽ. ഇതിൽ അടങ്ങിയിട്ടുള്ള പൊട്ടാസ്യം BP കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ പച്ചച്ചക്കയാണെങ്കിൽ ഡയബറ്റിക്സ് ഉള്ളവർക്ക് വളരെ നല്ലതാണെന്നാണ് കേട്ടിട്ടുള്ളത്. പിന്നെ ഇത് ഡൈജഷനും കണ്ണിനും ഹെയറിനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ എങ്ങനെയാണ് ചക്ക വെച്ച് ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഇന്നത്തെ റെസിപ്പിയിലെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ചക്കയാണ്. 10 പച്ച ചക്കച്ചുളയാണ് എടുത്തിട്ടുള്ളത്. ഇനിയും ചെയ്യേണ്ടത് ഈ ചക്കച്ചുള മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. വെള്ളം ഒന്നും ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. കാരണം ഈ ചക്കച്ചുളയിൽ ഓൾറെഡി വെള്ളത്തിന്റെ അംശമുണ്ട്. പിന്നെ ആവശ്യമെന്ന് തോന്നുവാണെങ്കിൽ മാത്രം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നാൽ വെള്ളം കൂടി പോകാതെയും ശ്രദ്ധിക്കണം. ഈ ചക്കച്ചുള ഇങ്ങനെ തന്നെ അരച്ചെടുക്കുക, അല്ലെങ്കിൽ ഒന്നുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ അരച്ചാലും മതി. ഇനി ഇത് ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പം അത് അരച്ചെടുത്തിട്ടുണ്ട്. ഇങ്ങനെ പേസ്റ്റ് പോലെ വേണം അരച്ചെടുക്കാൻ. ഇഡലിക്ക് വേണ്ടിയൊക്കെ ബാറ്റർ തയ്യാറാക്കത്തില്ലേ, ആ ഒരു കൺസിസ്റ്റൻസിയിൽ അരച്ചെടുത്താൽ മതി. ഇനി ഒരു പാത്രത്തിലോട്ട് എടുത്തു വെച്ചിട്ടുള്ള പൊടിയും ചക്ക അരച്ചതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കുഴച്ചെടുക്കുക. സാധാരണ ചപ്പാത്തി കുഴയ്ക്കാറില്ലേ, അതേപോലെ കുഴച്ചെടുത്താൽ മതി. വെള്ളം ഒന്നും ചേർക്കാതെയാണ് കുഴച്ചെടുക്കുന്നത്. ഇനി ഇപ്പോൾ എടുത്തിട്ടുള്ള പൊടിയുടെ അളവ് കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കുഴച്ചെടുത്താൽ മതി. അതിന് കുഴപ്പമൊന്നുമില്ല. അപ്പം ചപ്പാത്തിക്കുള്ള മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് ചെറിയ ഉരുളയാക്കിയിട്ട് പൊടിയിലൊന്ന് മുക്കിയിട്ട് പരത്തിയെടുക്കാം. ഇതൊക്കെ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന അതേ പ്രോസസ്സാണ്. ഇനി ഒരു തവ മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കുക. അതിലോട്ട് പരത്തി വെച്ചിട്ടുള്ള മാവ് ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കുക. 1 മിനിറ്റ് ഒക്കെ ആകാറാകുമ്പോഴത്തേക്ക് ചെറിയ ചെറിയ ബബിൾസ് പോലെയൊക്കെ ഇതിൽ കാണാൻ പറ്റും. അന്നേരം ഇത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പോൾ ആ ഒരു ടൈമിൽ അടുത്തതും പരത്തി വയ്ക്കാം. ഇപ്പം ചെറിയ ബബിൾസ് പോലെയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇതിനെയും തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ഇടയ്ക്കിടയ്ക്ക് സെയിം സൈഡ് തന്നെ ഇങ്ങനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. വീണ്ടും ഇത് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു കോട്ടൺ തുണിയോ മറ്റോ വെച്ച് ചെറുതായിട്ട് എല്ലാ സൈഡിലും പ്രസ് ചെയ്ത് കൊടുക്കണം. ഇപ്പം കണ്ടോ, ചപ്പാത്തി നന്നായിട്ട് പൊള്ളി വന്നിട്ടുണ്ട്. മറ്റേ സൈഡിലും ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ പൊള്ളി വന്നാൽ തന്നെ അറിയാം ചപ്പാത്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഉണ്ടെന്ന്. നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴച്ചത് കറക്റ്റ് പരുവത്തിലാണെങ്കിൽ ചപ്പാത്തി ഇങ്ങനെ പൊള്ളി വരും. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെങ്കിൽ ഇതിലോട്ട് നെയ്യോ ബട്ടറോ തേച്ച് കൊടുക്കാം. ഇനി അടുത്തത് പരത്തി വെച്ചിരിക്കുന്നതും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. അപ്പോൾ ചക്ക വെച്ച് എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ചപ്പാത്തി ഉണ്ടാക്കുന്നതെന്ന് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ചക്ക വെച്ചുള്ള പല വിഭവങ്ങൾ പലരും കഴിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. പക്ഷേ ചക്ക കൊണ്ട് ഉണ്ടാക്കിയ ചപ്പാത്തി ഒരു പക്ഷേ കഴിച്ചിട്ടുള്ളവർ വളരെ ചുരുക്കമായിരിക്കും. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമന്റ് ബോക്സിൽ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പിന്നെ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ വരുന്ന ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അതിൽ ഓൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. താങ്ക്